പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് റോമാലേഖനം 15-ന്റെ 13-ാമത്തെ വാക്യം നമുക്ക് ചിന്തിക്കാം. നമ്മളവിടെ ഇങ്ങനെ വായിക്കുന്നത്, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രത്യാശയുടെ ഉറവിടമാകുന്ന ക്രിസ്തു അല്ലെ, കർത്താവ്, ദൈവം. നമുക്കറിയാം, 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അതിന്റെ അവസാന വാക്യങ്ങൾ 1 കൊരിന്ത്യർ 1-ന്റെ 30-ാമത്തെ വാക്യം, നിങ്ങളും അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അതുപോലെ തന്നെ പ്രത്യാശയും കർത്താവിൽ നിന്നാണ് നമുക്ക് ലഭിക്കേണ്ടത്. 2 പത്രോസ് 1-ാം അധ്യായത്തില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഇവയാൽ അവൻ അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്ന ഈ വാഗ്ദത്തങ്ങളാൽ നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീരുവാൻ ഇടവരുന്നു. പാർട്ടേക്കേഴ്സ്, പങ്കാളികളായി തീരുക. ഈ പ്രത്യാശയോടുള്ള ബന്ധത്തിലും ഈ പ്രത്യാശ നൽകുന്നത് കർത്താവാണ്. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ, റോമർ 8-10 നമ്മൾ വായിക്കുന്നുണ്ട്, ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ഈ ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിലേ നമുക്ക് ഈ പ്രത്യാശ ഉണ്ടാകത്തുള്ളൂ. ആ ക്രിസ്തുവിൽ നിന്നാണ് ഈ പറഞ്ഞ എല്ലാ ആത്മീയ നന്മകളും നമ്മൾ വലിച്ചെടുക്കുന്നത്. യോഹന്നാൻ 15 പറഞ്ഞ പോലെ, മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്പാൻ കഴിയത്തില്ല. നമ്മൾ കർത്താവ് നമ്മളിലും നമ്മൾ കർത്താവിലും വസിക്കുകയും കർത്താവിൽ നിന്ന് നമ്മൾ വലിച്ചെടുക്കുന്നതാണ് ഈ ആത്മീയമായിട്ടുള്ള എല്ലാ നന്മകളും. വസിക്കുന്ന വഴി നമ്മളിലേക്ക് പകരപ്പെടുന്ന ഒന്നാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നതും. ദൈവം തന്നെയാണ് നമുക്ക് തരുന്നത്. ഇംഗ്ലീഷിൽ അത് ദ സോഴ്സ് ഓഫ് ഹോപ്പ് എന്നാ പറഞ്ഞിരിക്കുന്നത്, പ്രത്യാശയുടെ ഉറവിടം. തുടർന്ന് നമ്മളിങ്ങനെ വായിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി. കഴിഞ്ഞ ദിവസം നമ്മൾ ആ കാര്യം ഊന്നി പറഞ്ഞിരുന്നു. ആത്മാവിന് വേണ്ടിയുള്ള, ആത്മനിറവിന് വേണ്ടിയുള്ള ഒരു ദാഹം. ഈ ആത്മാവിന്റെ നിറവ് നമ്മളിൽ വർദ്ധിക്കും തോറുമാണ് ഈ പ്രത്യാശയുടെ സമൃദ്ധി നമുക്കുണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വർദ്ധിച്ചു വരേണ്ട കാര്യങ്ങളാണ്. ഭക്തന്മാരിങ്ങനെ പാടി, പ്രത്യാശ ഏറിടുന്നേ എൻ്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശ ഏറിടുന്നേ. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പ്രത്യാശയുടെ സമൃദ്ധിയിലേക്ക് നമ്മളെ നയിക്കുക. ഈ പ്രത്യാശ വർദ്ധിക്കും തോറുമാണ് നമുക്ക് ഈ ലോകത്തോടുള്ള താല്പര്യങ്ങൾ കുറഞ്ഞു വരാൻ തുടങ്ങുന്നത്. പരിശുദ്ധാത്മാവ് ഈ പ്രത്യാശയുടെ സമൃദ്ധി നമുക്ക് നൽകും തോറും, ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറഞ്ഞ പോലെ, ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. ഈ പ്രത്യാശ വർദ്ധിക്കും തോറുമാണ് നമുക്ക് ഈ ലോകത്തോടുള്ള ബന്ധത്തിലുള്ളതെല്ലാം ഉപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞാലും ഈ ലോകത്തിന്റെ കാര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടേയിരിക്കും. തുടർന്ന് അവിടെ പറയുന്നു, നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ.
അപ്പൊ വിശ്വസിക്കുന്ന വഴി നമ്മളിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണ് സന്തോഷവും സമാധാനവും. 1 തെസ്സലോനി 5:18 നമ്മൾ വായിക്കുന്നുണ്ട്, എപ്പോഴും സന്തോഷിപ്പീൻ. പക്ഷെ അങ്ങനെ എപ്പോഴും സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരണം. ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷം സന്തോഷിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മൾ പലപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ കഴിയാത്തതിന്റെ കാരണമായിട്ട് പല കാര്യങ്ങളെ കുറിച്ച് പറയാറുണ്ട്. നമ്മൾ 5-ാം അധ്യായം പഠിച്ചപ്പം റോമർ 5 നമ്മളത് പഠിച്ചിരുന്നു. 3-ാമത്തെ വാക്യത്തില് അത് തന്നെയല്ല സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അതൊരു റൂട്ടുണ്ട് അതിന്. നമ്മളെ എന്തിലാണ് പ്രശംസിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. കൊരിന്ത്യലേഖനത്തില് 2 കൊരിന്ത്യർ നമ്മളത് വായിക്കുന്നുണ്ട്. നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. നമ്മുടെ ഉള്ളില് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് തേജസ് വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തി. കർത്താവിന്റെ തേജസ് നമ്മളില് ഉളവാക്കുന്ന ഒരു പ്രക്രിയ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അനന്തരഫലമായിട്ട് നമ്മുടെ പ്രത്യാശ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മള് യോസേഫിന്റെ ചരിത്രം പഠിക്കുമ്പോൾ യോസേഫ് സഹോദരന്മാരെ കൊണ്ട് സത്യം ചെയ്യിച്ചൊരു കാര്യമുണ്ട്, ദൈവം നിങ്ങളെ ഇവിടുന്ന് വിടുവിക്കും, അന്ന് നിങ്ങൾ എൻ്റെ അസ്ഥി കൂടി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകണം. നൂറ്റാണ്ടുകൾക്ക് ശേഷം സംഭവിക്കാനുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിക്കുകയാണ്, അന്ന് നിങ്ങൾ എൻ്റെ അസ്ഥിയും കൂടി ഇവിടുന്ന് എടുത്തുകൊണ്ടും പോകണം. ആ പ്രത്യാശ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഭാവിയിലേക്ക് നോക്കി പ്രവചനാത്മാവിൽ ദൈവം പരിശുദ്ധാത്മാവ് തന്നെയാണ് ആ ഒരു ബോധ്യങ്ങൾ അവർക്കൊക്കെ കൊടുത്തത്. ഇവിടുന്ന് നിങ്ങളെ വിടുവിക്കും എന്നുള്ള ആ ഒരു പ്രത്യാശ, ആ പ്രത്യാശയിൽ അവരൊക്കെ മരിച്ചെന്ന് നമ്മൾ ഇബ്രാഹിലേഖനത്തിൽ വായിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഈ റൂട്ടുണ്ട്. ഈ റൂട്ടിൽ മാത്രമേ നമുക്കും ഈ ദൈവികമായിട്ടുള്ള നന്മകൾ അനുഭവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. 13 അവസാന ഭാഗത്ത് പറയുന്ന പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. വിശ്വസിക്കുന്ന വഴി, ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മൾ വിശ്വസിക്കുന്ന വഴിയാണ് ഈ സമാധാനവും സന്തോഷവും കൊണ്ട് നമ്മൾ നിറയാനായിട്ട് തുടങ്ങുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചിരുന്നു, 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുകയും പരീക്ഷിക്കുകയും. ഇവിടെ നമുക്ക് കാണാൻ നമ്മൾ വിശ്വാസത്തിലിരിക്കുകയാണെങ്കിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞവരായിരിക്കും. അപ്പൊ സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ അത് കാണിക്കുന്നത് നമ്മൾ വിശ്വാസത്തിലല്ല ഇരിക്കുന്നത്, നമ്മുടെ വിശ്വാസം ചോർന്നു പോകുന്നുണ്ട്, നമ്മൾ അവിശ്വാസത്തിലേക്ക് മാറിപ്പോകുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാം നമ്മളെ തന്നെ നിരന്തരമായിട്ട് ശോധന ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ മനസ്സിലാക്കിയത്, നമ്മള് കൊലോസ്യലേഖനത്തിലാണെന്ന് ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനായിട്ടല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ സമാധാനം ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല. എന്തുകൊണ്ട് എനിക്ക് ക്രിസ്തുവിന്റെ സമാധാനം എന്നിൽ വാഴുന്നില്ല, അല്ലെ ആ സമാധാനം നഷ്ടപ്പെടുമ്പം ഞാൻ എന്താണ് അതിന്റെ കാര്യം എന്ന് അന്വേഷിച്ച് ചെല്ലണം. അപ്പൊ നമ്മൾ ദൈവത്തെ അന്വേഷിക്കാൻ നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്ന ചില സാഹചര്യങ്ങളിലാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കാറുള്ളത്. കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു, ഈ തിരുവെഴുത്തുകളെല്ലാം എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു, പക്ഷെ എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല.
അപ്പൊ നമ്മൾ എത്തിപ്പെടേണ്ട ഒരു സ്ഥലം ഈ കർത്താവിന്റെ അടുക്കലാണ്. അപ്പൊ നമ്മൾ കർത്താവിന്റെ അടുക്കൽ എത്തിപ്പെടണമെന്നുള്ളതാണ് കർത്താവിന്റെ ഇഷ്ടം. ഓരോ സാഹചര്യം നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു, നമ്മൾ തെരഞ്ഞ് കർത്താവിന്റെ അടുക്കൽ തന്നെ ചെല്ലണം. നമ്മൾ പല കാരണങ്ങളോ ഒഴിവൊഴികളോ പറഞ്ഞ് രക്ഷപ്പെടാതെ എന്തുകൊണ്ടായിരിക്കും സമാധാനം ഇല്ലാത്ത? കർത്താവ് എന്നെ ഇത് കാണിച്ചു തരണം, എനിക്ക് വെളിപ്പെടുത്തി തരണം, സമാധാനം എനിക്ക് തിരികെ തരണമെന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിന്റെ അടുക്കൽ തന്നെ ചെല്ലുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അതോ നമ്മളതിനെ അവഗണിക്കുവോ? അവഗണിക്കുന്നിടത്ത് ദൈവീയ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെടും. ദൈവത്തെ അറിയാനുള്ള കഴിവ് അല്ലെങ്കിൽ അറിയാനുള്ള വഴികൾ അടഞ്ഞു പോവുക ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ പരീക്ഷയുടെയും പിന്നിലുള്ള ഉദ്ദേശം നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും വിശ്വാസം വർദ്ധിപ്പിച്ചു തരാനായിട്ടുമാണ്. അവിടെ നമ്മൾ കർത്താവിന്റെ അടുക്കൽ തന്നെ എത്തിച്ചേരേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിൽ തന്നെ അതിന്റെ പരിഹാരം പ്രാപിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയുകയും കൂടുതൽ ദൈവ സാന്നിധ്യ ബോധത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യുന്നത്. തുടർന്ന് 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സഹോദരന്മാരെ, നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പാൻ പ്രാപ്തരുമാകുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ഉറച്ചിരിക്കുന്നു. ഇവിടെ അപ്പോസ്തലൻ റോമയിലുള്ള സഹോദരന്മാരെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ ദയ കൊണ്ട് നിറഞ്ഞവരാണ്, ദയാപൂർണരാണ്, സകല ജ്ഞാനവും നിറഞ്ഞവരാണ്, അന്യോന്യം പ്രബോധിപ്പാൻ പ്രാപ്തരാണ്. അപ്പൊ ഈ നമ്മളോട് പറയുന്നുണ്ട് എബ്രായ ലേഖനത്തിലെ, പാപത്തിന് ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവീൻ. അപ്പൊ അങ്ങനെ പ്രബോധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പ്രാഥമികമായിട്ട് നമുക്ക് വേണ്ടിയ ഒരു കാര്യം, നമ്മൾ ദയ കൊണ്ട് നിറഞ്ഞവരായിരിക്കണം. പക്ഷെ പലപ്പോഴും നമുക്ക് ഇല്ലാത്തൊരു കാര്യം അതാ. നമ്മൾക്ക് അറിയാം, നമ്മൾ മറ്റുള്ളവരെ തിരുത്തുമ്പം പലപ്പോഴും നമ്മൾ കോപത്തോടെയാണ് തിരുത്താറുള്ളത്. കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാണേലും നമുക്കതറിയാം. ദയയിലല്ല, കരുണയിലല്ല. പഴയ ഭക്തന്മാരൊക്കെ ദാവീദൊക്കെ പറഞ്ഞു, നിന്റെ കരുണ ആധിക്യപ്രകാരം എന്നോട് കരുണ കാണിക്കണമേ. ഇവിടെ പറയുന്നു, റോമയിലുള്ള സഹോദരന്മാരെ കുറിച്ചുള്ള അപ്പോസ്തലന്റെ സാക്ഷ്യം, നിങ്ങൾ ദയ കൊണ്ട് നിറഞ്ഞവരാണ്, ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും. നമുക്കറിയാം, നമ്മുടെ ഇവിടെ സകല ജ്ഞാനം എന്ന് പറയുമ്പോൾ ദൈവജനത്തെ കുറിച്ചുള്ള അറിവാണ്. നമ്മൾ ദൈവജനമായിട്ട് നിൽക്കുമ്പം ദൈവജനത്തെ കുറിച്ചുള്ള ഒരു അറിവില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് നമ്മളിലൂടെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് കഴിയത്തില്ല. എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പം കാണാതെ പഠിച്ചിട്ടല്ല സംസാരിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തക്ക വചനങ്ങളാണ് നമുക്ക് നൽകി തരുന്നത്. അപ്പൊ അങ്ങനെ തരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ദൈവത്തിന്റെ വചനത്തിന് ഉണ്ടായിരിക്കണം, വചനം ഉണ്ടായിരിക്കണം. അപ്പൊ ആ വചനങ്ങൾ കൂട്ടിച്ചേർത്താണ് ദൈവാത്മാവ് എപ്പോഴും സംസാരിക്കുന്നത്. ഇവിടെ റോമയിലുള്ള സഹോദരന്മാരെ കുറിച്ച് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ദയാപൂർണരാണ്, സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പാൻ പ്രാപ്തരുമാകുന്നു എന്ന് നിങ്ങളെ കുറിച്ച് ഉറച്ചിരിക്കുന്നു. നമ്മളും ഈ ദൈവജനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പം നമുക്ക് ദൈവജനത്തോടുള്ള ബന്ധത്തിൽ എത്ര ദാഹം ഉണ്ടെന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളിലൂടെ, തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് 18-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തു ഞാൻ മുഖാന്തരം എന്നിലൂടെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മളിലൂടെ, നമ്മൾ മുഖാന്തരം എന്തെങ്കിലും ഒരു അനുഗ്രഹം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് കർത്താവിന് കഴിയത്തുള്ളൂ. നമ്മൾ ഏതളവ് പ്രാഥമികമായിട്ട് നമുക്കറിയാം, ദൈവവചനം പ്രസംഗിക്കാനായിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, അനുസരിക്കാനായിട്ട്. പ്രാഥമികമായിട്ട് നമ്മളത് അനുസരിക്കുന്നു. നമ്മുടെ ഉള്ളിലൊരു ദൈവിക സ്വഭാവത്തിലേക്ക് നമ്മളെ നയിക്കുന്നു, അനുസരിക്കുന്നതിന്റെ അനന്തര ഫലമായിട്ട്. അതിനുശേഷം അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു പ്രബോധനമായിട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഈ മരുന്ന് നമ്മളിൽ തന്നെ പരീക്ഷിച്ച്
അത് ഫലപ്രാപ്തി ഉള്ളതാണെന്ന് കണ്ടതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. നമുക്കറിയാം, ഈ മരുന്നുകളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം മൃഗങ്ങളിലൊക്കെ പരീക്ഷിക്കും. എലികളിലോ കുരങ്ങന്മാരിലൊക്കെ പരീക്ഷിച്ചത് വിജയകരമാണെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് മനുഷ്യരിൽ പരീക്ഷിക്കുന്നത്. മനുഷ്യരിൽ പരീക്ഷിക്കുമ്പോൾ പോലും ആദ്യം കുറച്ചു പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് ഈ മരുന്ന് കൊടുത്ത് അത് വിലയിരുത്തി അതിൻ്റെ ഗുണവും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കാനായിട്ടുള്ള പെർമിഷൻ കിട്ടുന്നത്. ദൈവനത്തോടുള്ള ബന്ധത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. പരീക്ഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവർ പറയുന്ന പോലൊക്കെ നിങ്ങൾ ചെയ്തു, അവർ ചെയ്യുന്ന പോലെ ചെയ്യരുത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ അനുസരണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ഫലമുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പാടിയ ഒരു പാടില്ല, നീതിഫലങ്ങൾ അതിനെ കാണിക്കാം. അപ്പൊ ഈ അനുസരണത്തിന്റെ അനന്തരഫലമായിട്ടാണ് ഈ ഫലങ്ങൾ നമ്മളിൽ പുറപ്പെടുവിക്കുന്നത്. കർത്താവിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം അനുസരണമാണ്. അതുകൊണ്ടാണ് ശൗലിനോട് പറയുന്നുണ്ടത്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും യഹോവയ്ക്ക് പ്രസാദമല്ലോ. ഇസ്രായേലിന്റെ പരാജയം എന്തായാലും നമ്മൾ പലയിടത്തും വായിക്കുന്നുണ്ട്. അവർ ഈ ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അവരത് അനുസരിച്ചില്ല, അവർ ഉടമ്പടി ലംഘിച്ചു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞു, ഞാനും അവരെ കൈവിട്ടു. നമ്മളോടുള്ള ബന്ധത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനുസരണത്തിന്റെ വഴിയിൽ നടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചതിനെ കുറിച്ച് റോമാലേഖനം 6 പറയുമ്പോൾ, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് സ്തോത്രം. അപ്പം നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം ദൈവവചനത്തിന്റെ അനുസരണത്തിനാണ്. നമ്മൾ ദൈവവചനം വായിക്കുന്നതിന്റെ കാരണം, ഞാൻ അനുസരിക്കാനുള്ള കൽപ്പനകൾ ഏതാ? മത്തായി 28:20 കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കോണം ഉപദേശം കൊണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഈ കൽപ്പനകളുടെ പ്രമാണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ അനുസരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ദൈവിക സ്വഭാവം കടന്നു വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് ദയാപൂർണര്, അല്ലെ കരുണയുള്ളവര്. കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ്, നമ്മുടെ സ്രോതസ്സനായ പിതാവ് സൽഗുണപൂർണൻ. അത് അടുത്ത ലൂക്കോസിലേക്ക് വരുമ്പം ദയാപൂർണനായിരിക്കുകയാണ്. അപ്പം ദയയിൽ പൂർണ്ണരായിരിക്കുക എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തലൻ അതാ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ദയാപൂർണരാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു ചലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ ആദാമ്യ നേച്ചർ എന്ന് പറയുന്നത് ദയുള്ളതല്ല, വളരെ കഠിനതയുള്ളതാണ്. ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി ആ കഠിനതയെ തകർക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇവിടെ ഒരു പാട്ടി പാടാറില്ല, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്ന് മെഴുകുപോൽ ഒരുക്കിയിടണേ. അപ്പൊ ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മളെ അടിച്ച് തകർത്ത് നമ്മുടെ കഠിനത നമ്മളിൽ നിന്ന് നീക്കിയിട്ട് നമ്മൾ ദയയും കരുണയുള്ളവരാക്കി തീർക്കുന്ന ഒരു പ്രക്രിയ. ആ ഒരു കരുണയുടെ തലത്തിൽ നിന്ന് മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് കഴിയത്തുള്ളൂ. തുടർന്ന് 15-ാം വാക്യത്തിലേക്ക് വരുമ്പം നമ്മളിങ്ങനെ വായിക്കുന്നു, എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുയേശുവിന്റെ ശുശ്രൂഷനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപനിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പിന്നെ പഴയ നിയമ കാലഘട്ടത്തില് ഒരു പുരോഹിതന്റെ ചുമതലയായിരുന്നു യാഗവസ്തുവിനെ ശോധന ചെയ്യുക എന്നുള്ളത്. ദൈവർക്ക് കൽപ്പന കൊടുത്തിരുന്നു, കണ്ണുപൊട്ടിയതോ ചട്ടുള്ളതോ ഊനമുള്ള ഒന്നിനെയും യാഗം കഴിക്കാനായിട്ട് പാടില്ല. ഇവിടെ പറയുന്നത്, അപ്പോസ്തലൻ പറയുന്ന ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ. അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന, ഞാനൊരു പുരോഹിതനെ പോലെ ജാതികളെ ദൈവത്തിനൊരു വഴിപാടായിട്ട് അർപ്പിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു.
അവിടെ ദൈവത്തിന് ഇവരെ പ്രസന്റ് ചെയ്യാൻ നമ്മൾ പലയിടത്തും വായിക്കുന്നുണ്ട്. കറ ചുളുക്കം വാട്ടം മാലിന്യം ഒന്നും ഇല്ലാതെ തേജസ്സോടെ മുൻനിർത്താൻ. അപ്പം പ്രാഥമികമായിട്ട് ഒരു പുരോഹിതൻ തന്നെ ശുദ്ധീകരിക്കണം. അതിനുശേഷം യാഗവസ്തുക്കളോടുള്ള ബന്ധത്തിൽ അവന് നിയമങ്ങളെല്ലാം പാലിക്കണം. അത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഒരു യാഗവസ്തുവിനെ യാഗം കഴിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോസ്തലന്റെ ജീവിതം നമ്മൾ ശോധന ചെയ്യുമ്പോൾ യഹൂദന്മാരുടെ ഇടയിലേക്കാളേറെ ജാതികളുടെ ഇടയിൽ ജാതികളുടെ അപ്പോസ്തലൻ എന്നുള്ളൊരു പേരായിരുന്നു പൗലോസ് അപ്പോസ്തലനുള്ളത്. അപ്പോസ്തല പ്രവൃത്തി അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ദൈവത്തിന്റെ വചനം യഹൂദന്മാർ കൈക്കൊള്ളാതെ വന്നപ്പം കാലിലെ പൊടി തട്ടിയിട്ട് ഞാൻ ജാതികളുടെ അടുക്കിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. മറ്റപ്പോസ്തലന്മാർ യഹൂദന്മാരുടെ ഇടയിൽ പ്രവർത്തിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ജാതികളുടെ ഇടയിലുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. ആ ഒരു പുരോഹിതന്റെ മനോഭാവത്തോടെയാണ് താൻ ആ ഒരു ശുശ്രൂഷ ചെയ്തതെന്ന് നമ്മളോട് വായിക്കുന്നത്. എന്റെ ജാതികളിൽ ക്രിസ്തുയേശുവിന്റെ ശുശ്രൂഷനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം അപ്പോസ്തലന്റെ ഭാഗത്ത് പറയുന്നുള്ളത്, ഞാൻ ആയിരിക്കുന്നത് കൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. കഴിഞ്ഞ നമ്മൾ പഠിച്ചപ്പം റോമാലേഖനത്തില് അതിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ പഠിച്ചിരുന്ന സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ. അവിടെ അപ്പോസ്തലൻ പറയാണ്, ഇവിടെ എനിക്ക് പ്രത്യേകതകളൊന്നുമില്ല, ദൈവം എന്നിലൂടെ, ഞാൻ മുഖാന്തരം. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ദൈവം നടക്കുമ്പം നമ്മുടെ ചില അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ പലപ്പോഴും നാം നമ്മെ തന്നെ പ്രശംസിക്കുകയും ഉയർത്തുകയും ചെയ്യാറുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു, സൗഖ്യമായി, അല്ലെ ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്കറിയാം, കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോ പോലും ആരെ സൗഖ്യമാക്കണോ എന്നുള്ള കാര്യം കർത്താവല്ലായിരുന്നു തീരുമാനിച്ച്, പിതാവായിരുന്നു. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, ഏത് വഴിക്ക് തിരിയണം, ഇതെല്ലാം പിതാവിന്റെ ഇഷ്ടം കണ്ടെത്തിയാണ് കർത്താവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്തിട്ടില്ല പിതാവേ, നീ എന്നെ ചെയ്യാൻ ഏൽപ്പിച്ച വേല ഞാൻ ചെയ്യുക മാത്രമേ. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് അതാണ്, ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ദൈവം എന്നിലൂടെ. നമ്മളെ തുടർന്ന് താഴോട്ട് വായിക്കുന്നുണ്ട്, 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 17 നമ്മളിങ്ങനെ വായിക്കുന്നു, ക്രിസ്തുയേശുവിൽ എനിക്ക് ദൈവസംബന്ധമായ പ്രശംസയുണ്ട്. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെ ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുന്നില്ല. ഇവിടെ തന്നെ കുറിച്ച് തന്നെ തനിക്കൊന്നും പറയാനില്ല. ദൈവം ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനം, പ്രവൃത്തി, അടയാളങ്ങളുടെ അത്ഭുത ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുന്നില്ല. ഇവിടെ എല്ലാം പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയെ, സ്ഥാനത്തെ വളരെ പ്രധാനമായിട്ട് ഉയർത്തി കാണിക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ നമ്മളും എപ്പോഴാ ഒരു തലത്തിലേക്ക് എത്തിച്ചേരുന്നു, നമ്മുടെ സ്വന്തം ശക്തി ഉപേക്ഷിച്ചിട്ട് ദൈവശക്തി നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങുന്നിടത്താണ് നമ്മളൊരു അനുഗ്രഹമായി തീരുന്നത്. നമ്മുടെ വീടുകളിലാണേലും സഭയിലാണേലും സമൂഹത്തിലാണേലും നമ്മുടെ സ്വന്തം ശക്തി നമ്മുടെ ദൈവമായിരിക്കുന്നിടത്തോളം കാലം ദൈവം നമ്മുടെ ശത്രുവായിരിക്കും. ഇവിടെ നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ തുടങ്ങുന്നു എല്ലാ കാര്യങ്ങളിലും. അവിടെയാണ് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്ന ഒരു പ്രവൃത്തി ദൈവത്തിന് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. തുടർന്ന് അവിടെ അവസാനം പറയുന്നത്, 18 അവസാനം, മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനികയില്ല. തനിക്കുണ്ടായിരുന്ന അനുഭവങ്ങളെ കുറിച്ച് പോലും ദീർഘവർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നത്. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവിടെ താൻ പറയുന്നത് ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ. അതിനകത്ത് തനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല. ക്രിസ്തുവിൽ ഉള്ളത് കൊണ്ടാണ് ക്രിസ്തു തന്നിലൂടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തത്.
അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട എപ്പോഴും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് നിഗളമാണ്. നമുക്കറിയാം, ലൂസിഫറിനെ സാത്താനാക്കി തീർത്തത് നിഗളമായിരുന്നു. പത്രോസ് 5-ാം നമ്മളിങ്ങനെ വായിക്കുന്ന 5-ാം വാക്യത്തിൽ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. സാത്താൻ നമ്മളെ വീഴിക്കാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം നിഗളത്തിന്റെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടിടുക എന്നുള്ളതാണ്. അതവിടെ വീണ് കഴിഞ്ഞാൽ, നമ്മളതിന് ഇട കൊടുത്താൽ സാത്താനാണ് വിജയിക്കുന്നത്. അവിടെ ദൈവം നമ്മുടെ ശത്രുവായി തീരുന്നു. പിന്നീട് നമുക്ക് ആത്മീയമായിട്ട് ഒട്ടും മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ കണ്ണുകൾ അന്ധമായതുപോലെ, ചെവികൾ മന്ദമായതുപോലെ നമുക്ക് തോന്നാനായിട്ട് തുടങ്ങും. അതിന്റെ കാരണം നമ്മൾ എവിടെയോ നിഗളിച്ചു പോയി. പക്ഷെ മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ നിരന്തരമായിട്ട് നേരിടുന്ന ഒരു കാര്യമാണ് നിഗളത്തിന്റെ ഒരു പരീക്ഷ എന്ന് പറയുന്നത്. നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ അറിയാതെ വീണ്ടും അങ്ങനത്തെ ചിന്തകളിലേക്ക് നമ്മൾ പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. സാത്താൻ വളരെ തന്ത്രപരമായിട്ട് അങ്ങനത്തെ ചിന്തകളെ നമ്മുടെ മനസ്സിൽ കൊണ്ടിട്ടിട്ട് നിഗളത്തിന്റെ ചിന്തകൾ കൊണ്ടുവന്നിട്ട് കൃപ നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ സുബോധമുള്ളവരാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. നമ്മൾ വളരെ ഭയപ്പെടേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. തുടർന്ന് 19 വാക്യങ്ങൾ താനിങ്ങനെ പറയുന്നു: അങ്ങനെ ഞാൻ യെരൂശലേം മുതൽ ഇല്യൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. 20-ാം വാക്യം: ഞാൻ മറ്റൊരുത്തിന് അടിസ്ഥാനത്തിന് പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ അതൊരു യാഥാർത്ഥ്യമായിരുന്നു. നമുക്കറിയാം, യെരൂശലേമിൽ നിന്നാണ് സുവിശേഷം പുറത്തോട്ട് പോകാൻ തുടങ്ങുന്നത്. മറ്റപ്പോസ്തലന്മാരെല്ലാം യഹൂദന്മാരുടെ ഇടയിൽ ഈ സുവിശേഷ ഘോഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അപ്പോസ്തലൻ അവരുടെ അടിസ്ഥാനത്തിൽ പണിയാതെ യേശുവിനെ കുറിച്ച്, ക്രിസ്തുവിനെ കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളോളം ചുറ്റി സഞ്ചരിച്ചുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് താൻ വളരെ ധൈര്യമായിട്ട് പറയുകയാണ്: ഞാൻ മറ്റൊരുത്തിന്റെ അടിസ്ഥാനത്തിൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല. അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ എത്ര സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ സുവിശേഷം കേൾക്കാത്ത ഇടങ്ങൾ വളരെ ചുരുക്കമാണ്. പക്ഷെ യഥാർത്ഥ സുവിശേഷം കേട്ടിട്ടുള്ള ഒരു ചുരുക്കമാണ്. ഈ ശിഷ്യത്വത്തെ കുറിച്ചുള്ള സുവിശേഷം കേട്ട ഇടങ്ങൾ വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരിടത്തല്ല ചെയ്യാനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കേട്ടിട്ടുള്ളിടത്ത് തന്നെയാണ്, അല്ലെ മറ്റു ചിലരിട്ട അടിസ്ഥാനത്തിന്മേലാണ് നമ്മളെ പണിയാനായിട്ട് കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭകളിൽ ഇപ്പം കടന്നു വന്നിരിക്കുന്നവരെയൊക്കെ ശോധന ചെയ്താൽ മറ്റ് സഭകളിൽ നിന്നും മറ്റ് സമുദായങ്ങളിൽ നിന്നും വന്നവരാ, ക്രിസ്തീയ സമൂഹങ്ങളിൽ നിന്നൊക്കെ വന്നവരാ കൂടുതലും. ഇപ്പം പൗലോസിന്റെ ഒരു നിലപാട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് വരും. പക്ഷെ അത് ആ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രവൃത്തി അല്ല ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. തുടർന്ന് 22-ാം വാക്യത്തിൽ പറയുന്നത്: അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു എന്ന് പറഞ്ഞാൽ, കർത്താവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്കുള്ള ഒരു ഓട്ടത്തിലായിരുന്നുകൊണ്ട്. റോമിലെ സഭയെക്കുറിച്ച് നമുക്കറിയാതെ പൗലോസ് സ്ഥാപിച്ച ഒരു സഭയല്ല, മറ്റാരോ സ്ഥാപിച്ച സഭയാണ്. അതുകൊണ്ട് തന്നെയാണ് തന്റെ ഒരു നിലപാടിന്റെ പേരിലാണ് റോമക്കാരുടെ അടുക്കൽ പോകാനായിട്ട് ഇതുവരെയും മുടക്കം വന്നത്. തുടർന്ന് 23-ാം വാക്യത്തിൽ പറയുന്നത്: ഇപ്പോഴോ എനിക്ക് ദിക്കുകൾ ഇനി സ്ഥലമില്ലായാലും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ ദിക്കുകളിൽ എനിക്ക് സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങളിലെല്ലാം ഞാൻ സുവിശേഷം അറിയിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ ഒന്നും അറിയിക്കാനായിട്ട് ഒരിടമില്ല. അല്ല, ഇനിയുള്ള സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവ് കടന്നു പോകാനുള്ള ഒരു പ്രേരണ എനിക്ക് തരുന്നില്ല. അല്ല, അപ്പോസ്തലൻ പോയപ്പോഴെല്ലാം നമുക്കറിയാം, ആത്മാവ് വിലക്കുന്നിടത്ത് ഒരിടത്തും പോകത്തില്ലായിരുന്നു. ആത്മാവ് പോകാൻ പറയുന്നിടത്തായിരുന്നു പോകും. തന്റെ ഇഷ്ടപ്രകാരമല്ല പോയത്, ആത്മാവ് നടത്തിയതുപോലെ. ഇനിയും ഈ നാട്ടിലൊന്നും എനിക്ക് സുവിശേഷം അറിയിക്കാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ടും മാത്രമല്ല, അനേക സംവത്സരമായി അങ്ങോട്ട് വരാനൊരു വാഞ്ച എനിക്ക് ഉണ്ടാകൊണ്ടും. അപ്പൊ അപ്പോസ്തലന്
മറ്റ് സഹോദരന്മാരെ അല്ല മറ്റ് വീണ്ടും ജനിച്ചവരെ കാണുക എന്നുള്ളത് തന്റെ ഹൃദയത്തിന്റെ ഒരു വാഞ്ചയായിരുന്നു അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉണ്ടാകുകൊണ്ട്. തുടർന്ന് പറയുന്നത്, ഞാൻ സ്പാനിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. അപ്പൊ നമുക്കറിയാം അപ്പോസ്തലൻ പൗലോസ് എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വിശുദ്ധനായ ദൈവ വെളിപ്പാടുകളുടെ ആദിക്കുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ താൻ പറയുന്നത് നിങ്ങളെ കണ്ട് സന്തോഷിക്കാൻ എനിക്ക് വാഞ്ചയുണ്ട്, മറ്റ് സഹോദരന്മാരെ കണ്ട് സന്തോഷിക്കാൻ. അപ്പൊ താൻ എത്ര താഴ്മയുടെ വഴിയിലാണ് നടന്നതെന്നാണ് നമുക്കത് കാണാനായിട്ട് കഴിയും. മറ്റ് നിങ്ങളെ കണ്ട് സന്തോഷിക്കുവാനും നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മറ്റ് സഹോദരന്മാരെ അല്ല വിശുദ്ധന്മാരെ കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷമുണ്ടോ? അതോ നമുക്ക് ഒരു ഉന്നത ചിന്തയും വിധിക്കുന്ന മനോഭാവവും ഒക്കെയാണോ ഉള്ളത്? ജാക്ക് ബ്രദർ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, വീണ്ടും ജനിച്ച എല്ലാ ദൈവമക്കളോടുള്ള ബന്ധത്തിലും നമുക്ക് അവരോടൊരു കൂട്ടായ്മയുടെ ആവശ്യമുണ്ട്. പലപ്പോഴും നമുക്ക് അവരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം, പക്ഷെ ഒരു കൂട്ടായ്മ ബന്ധം. കാരണം അവരും ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവമക്കളാണ്. അവരെ കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തോ കാര്യമായ കുഴപ്പമുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. 25-ാം വാക്യം, ഇപ്പോഴോ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ യെരൂശലേമിലേക്ക് യാത്രയാകുന്നു. യെരൂശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്കദോന്യയിലും അഖായിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി. അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു ദൈവിക ക്രിസ്തീയ കൂട്ടായ്മയുടെ ഒരു മനോഭാവത്തെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. യെരൂശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് അല്ലെ ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കണമെന്ന് അഖായിലും മക്കദോന്യയിലും ഉള്ളവർ സഹോദരന്മാർക്ക് ഒരു ആഗ്രഹം തോന്നി. അവർക്ക് ഇഷ്ടം തോന്നിയെന്ന് മാത്രമല്ല, അത് അവർക്ക് കടവുമാകുന്നു. ജാതികൾ അവരുടെ ആത്മീയ നന്മകളിൽ കൂട്ടാളികളായെങ്കിൽ ഐക്യ നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടംപ്പെട്ടിരിക്കുന്നുവല്ലോ. തുടർന്ന് 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാനത് നിവർത്തിച്ച് ഈ ഫലം അവർക്ക് ഏൽപ്പിച്ച് ബോധ്യം വരുത്തിയ ശേഷം നിങ്ങളുടെ വഴിയായി സ്പാനിയയിലേക്ക് പോകും. അപ്പം ഈ അഖായിലും മക്കദോന്യയിലും ഉള്ളവര് ശേഖരിച്ച ഈ പണം യെരൂശലേമിലുള്ള വിശുദ്ധന്മാർക്ക് കൊടുത്ത് ഈ ഫലം അവർക്ക് ഏൽപ്പിച്ച് ബോധ്യം വരുത്തിയ ശേഷം നിങ്ങളുടെ വഴിയായി സ്പാനിയയിലേക്ക് പോകും. ഞാൻ ആദ്യം യെരൂശലേമിലേക്ക് പോകും, അതിനുശേഷം സ്പെയിനിലേക്ക് പോകുന്ന വഴി നിങ്ങളെ കണ്ടിട്ട്, റോമിലുള്ള നിങ്ങളെ കണ്ട് സന്തോഷിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. തുടർന്ന് 29-ാം വാക്യത്തിൽ താൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹപൂർത്തിയോടെ വരും എന്ന് ഞാൻ അറിയുന്നു. എനിക്ക് തന്നെ കുറിച്ച് തന്നെ താൻ പറയുന്ന ഒരു കാര്യം, ഞാൻ വരുമ്പം ക്രിസ്തുവിന്റെ അനുഗ്രഹപൂർത്തിയോടെ നിങ്ങളുടെ അടുക്കൽ വരും എന്ന് ഞാൻ അറിയുന്നു. നമ്മള് ശരിക്കും ഒരു കർത്താവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലയിലും നടക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു അനുഗ്രഹ പൂർണ്ണതയിലായിരിക്കും ജീവിക്കുന്നത്. അല്ലെ, പരിശുദ്ധാത്മാവിന്റെ നിറവിലാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു അനുഗ്രഹ പൂർണ്ണതയിലായിരിക്കും ജീവിക്കുന്നത്. നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ഒരു യാഥാർത്ഥ്യമായി തീരും. എന്നാൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾ ഏതളവിൽ ജീവിക്കുന്നു, ആ അളവിലേ നമുക്കൊരു മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ ആ നിറവിൽ ജീവിക്കുന്നിടത്ത് നമ്മൾ വാ വിളിക്കുമ്പോൾ അവരെ അനുഗ്രഹിക്കാനുള്ള ചില വചനങ്ങൾ ദൈവം നമുക്ക് തരും. നമ്മൾ നിരന്തരമായിട്ട് ആത്മാവിനെ അനുസരിച്ച് ആത്മാവിന്റെ ശബ്ദം കേട്ട് നടക്കുന്നിടത്ത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ ഒരു അനുഗ്രഹ പൂർത്തി ഉണ്ടാകും. 30-ാം വാക്യം, നല്ല സഹോദരന്മാരെ, യഹൂദിയയിലെ അവിശ്വാസിയുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും യെരൂശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും
ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്തിലെ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടും കൂടി മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥന എന്നോടുകൂടി പോരാടണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ പ്രാർത്ഥനയുടെ ഒരു ആവശ്യകത നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് യഹൂദയിലുള്ള വിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും. കാരണം യഹൂദന്മാരെ എവിടെ വെച്ച് കണ്ടാലും പൗലോസിനെ കൊല്ലണമെന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. നമുക്കറിയാം, നമ്മുടെ അപ്പോസ്തലത്തിലൊക്കെ അത് വായിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളെക്കാൾ ഏറെ വെറുപ്പ് യഹൂദന്മാർക്ക് പൗലോസിനോടായിരുന്നു. കാരണം യഹൂദ മതത്തിന്റെ അടിവേര് മാന്തിയ ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ട് തന്നെ യഹൂദിയിലുള്ള യഹൂദന്മാര് അല്ല, അവിശ്വാസികൾ എന്നവിടെ പറഞ്ഞിരിക്കുന്നത്, അവിടെയുള്ള ക്രിസ്ത്യാനികളല്ലാത്ത യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് തന്നെ രക്ഷിക്കേണ്ടതിനും. അതുപോലെ യെരൂശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും. ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്തിൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തടുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥന എന്നോടുകൂടി പോരാടണം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, പൗലോസ് അപ്പോസ്തലൻ ഇത്ര ദൈവത്തെ അറിയുന്നയാളും കർത്താവിനോട് കൂടെ നടന്ന് വെളിപ്പാടുകൾ ആധിക്യത്താൽ നിഗളിച്ചു പോകാൻ സാധ്യതയുണ്ടായിരുന്ന സഹോദരനായിട്ട് പോലും താന് റോമിലെ വിശുദ്ധന്മാരോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചോദിക്കുക ചെയ്യുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ ദൈവനെ സഹായിക്കാൻ, പക്ഷേ സഹോദരന്മാരെ നിങ്ങളും കൂടെ എന്നോടുകൂടി ആ പ്രാർത്ഥനയിൽ പോരാടണം എന്ന് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ ആത്മാവിന്റെ സ്നേഹത്തെ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ ഒരു പദപ്രയോഗം, ആത്മാവിന്റെ സ്നേഹം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മളിൽ കാണുന്ന ഒരു ജഡത്തിലുള്ള സ്നേഹമാണ്. ആത്മാവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത, ആ സ്നേഹം ചിലപ്പോഴൊക്കെ മുറിപ്പെടുത്തും നമ്മളെ. ജഡത്തിലെ സ്നേഹം ഒരിക്കലും മുറിപ്പെടുത്തത്തില്ല. തെറ്റ് കണ്ടാൽ തിരുത്താൻ ശ്രമിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പം സഹോദരന്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ സഹോദരൻ ചില തിരുത്തലുകളൊക്കെ വരുത്തണമെന്ന് പറഞ്ഞപ്പോൾ സഹോദരൻ പറഞ്ഞു, ആ ഒരു പരിപാടി മാത്രം ഞാൻ ചെയ്യത്തില്ല. കാരണം ഇപ്പം സഹോദരിക്ക് എന്നെ കുറിച്ച് നല്ല അഭിപ്രായമുള്ളത്, ഞാൻ തിരുത്താൻ പോയാൽ ആ അഭിപ്രായം നഷ്ടപ്പെടും. പക്ഷെ ആത്മാവിന്റെ സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരാള് തിരുത്താനായിട്ട് ധൈര്യപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ എബ്രായത്തിൽ വായിക്കുന്ന, കർത്താവ് താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു, കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. അപ്പൊ യഥാർത്ഥ ആത്മാവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ തിരുത്തും, ശാസിക്കും. അപ്പോസ്തലൻ ഇത് തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കഠിനമായിട്ട് ശാസിക്കാൻ ചിലടത്ത് പറയുന്നുണ്ട്. അപ്പൊ ആത്മാവിന്റെ സ്നേഹമുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ നമ്മളുള്ള സ്നേഹം ആത്മാവിന്റെ ആണോ നമ്മുടെ സ്വയസ്നേഹം അല്ലെ ജഡത്തിലുള്ള സ്നേഹമാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരീക്ഷകൾ വരുമ്പോൾ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കിയാൽ മതി. നമ്മൾ തിരുത്താൻ വിസമ്മതിക്കുന്നിടത്ത്, ശാസിക്കാൻ വിസമ്മതിക്കുന്നിടത്ത്, തർജ്ജനം ചെയ്യാൻ വിസമ്മതിക്കുന്നിടത്ത് ആത്മാവിന്റെ സ്നേഹം ആയിരിക്കത്തില്ല നമ്മളിലുള്ളത്. 33-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സമാധാനത്തിന്റെ ദൈവം നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ, ആമേൻ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, സമാധാനത്തിന്റെ ദൈവം. പല ഭാഗത്തും അപ്പോസ്തല ലേഖനങ്ങളിൽ ഈ ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 16:20 നമ്മൾ വായിക്കുന്നുണ്ട്, സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ച് കളയും. ആശീർവാദങ്ങളിലെല്ലാം നമ്മൾ ഈ ഒരു കാര്യം കാണുന്നുണ്ട്. ഈ സമാധാനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെയും ജീവിതത്തിൽ കർത്താവ് ഉപമയും പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനോട് കൂടെ ഇരിക്കും. ഈ വളരെ പ്രധാനപ്പെട്ട ക്രിസ്തീയത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ് സമാധാനം. നമ്മൾ റോമർ 14-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. നമ്മുടെ ഉള്ളില് ദൈവമായൊരു സമാധാന ബന്ധത്തിൽ വന്നതിന് ശേഷം റോമർ 5 നമ്മളത് വായിച്ചു, വിശ്വാസം നീതിയിരിക്കപ്പെട്ടിട്ട്
നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൊ ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടെങ്കിൽ നാം നമ്മിൽ തന്നെ സമാധാനമുള്ളവരായിരിക്കും. ആ ഒരു സമാധാനം, ദൈവമുള്ള ബന്ധത്തിൽ നമുക്കൊരു സമാധാന ബന്ധം ഇല്ലെങ്കിൽ നമുക്ക് നമ്മളിൽ തന്നെ ഒരു സമാധാനം ഉണ്ടാകത്തില്ല. കർത്താവ് പറഞ്ഞ് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നമ്മുടെ ഉള്ളിൽ സമാധാനം ഉണ്ടെങ്കിലേ നമുക്ക് സമാധാനം ഉണ്ടാക്കാനായിട്ട് കഴിയത്തുള്ളൂ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്ന ഈ ഒരു കാര്യത്തിലാണ്. നമുക്ക് സമാധാനം ഉണ്ടാക്കുന്നവരല്ല, പലപ്പോഴും സമാധാനം നഷ്ടപ്പെടുത്തുന്നവരായി പോകാറുണ്ട്. അതിന്റെ കാരണം എന്താ? ഇവിടെയെങ്കിലൊക്കെ നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു അസമാധാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഒന്നുകിൽ നമ്മൾ ദൈവികൽപ്പന ലംഘിച്ചതിന്റെ ഒരു അസമാധാനം നമ്മുടെ ഉള്ളിലുണ്ടാകും, അല്ലെ നമ്മളെ തന്നെ ഉയർത്തിയതിന്റെ, അല്ലെ നമ്മൾ എവിടെയെങ്കിലും പാപം ചെയ്തതിന്റെ അനന്തര ഫലമായിട്ടൊരു അസമാധാനം നമ്മുടെ ഉള്ളിലുണ്ടാകും. ആ സാഹചര്യത്തിൽ ഇപ്പൊ കർത്താവ് പറഞ്ഞൊരു കാര്യം, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. നമുക്കറിയാം, നമ്മൾ വീട്ടിൽ നിന്ന് ഇച്ചിരി ചൂടായിട്ടൊക്കെ ഇറങ്ങിയെങ്കിൽ മിക്കവാറും വഴി കാണുന്ന പലരോടും ചൂടാകും. ബസ്സേ കയറിയ കണ്ടക്ടറോട് ചൂടാകും, ഓഫീസിൽ ചെന്ന അവിടെയുള്ളവരോട്. കാരണം എന്താ? നമുക്ക് സമാധാനം ഇല്ലാത്തവരായിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അസമാധാനം കൊണ്ട് പോയിട്ട് നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം അസമാധാനം ഉണ്ടാകും. പക്ഷെ നമ്മളെ വിളിച്ചിരിക്കുന്നത് സമാധാനം ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആദ്യം സമാധാനം കെടുത്തുന്ന കാര്യങ്ങളെ കണ്ടെത്തി ദൈവസന്നിധിയിൽ തന്നെ ക്രമീകരിച്ച് ശുദ്ധീകരിച്ചു കഴിഞ്ഞാലേ നമ്മൾ ആ സമാധാനം വസിക്കത്തുള്ളൂ. ആ ഒരു സമാധാനമായിട്ട് നമ്മൾ എവിടെ ചെന്നാലും അവിടെ എല്ലാം നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഒരു കാര്യം, സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്കറിയാം, സമാധാനത്തിന്റെ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മളും സമാധാനത്തിൽ സമൃദ്ധിയുള്ളവരായിരിക്കും. ഈ ദൈവജനങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ ചെയ്യേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പം സാർശ്വാക്യം 8-ന്റെ 34-ാമത്തെ വാക്യം നമ്മൾ വായിച്ചായിരുന്നു, അല്ലേ? എന്റെ വാതിൽ കട്ടിലേക്കൽ ജാഗരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ജാഗരണം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞൊരു കാര്യം ആത്മാവിന് വേണ്ടിയിട്ട്, ആത്മനിറവിന് വേണ്ടിയിട്ടുള്ള ഒരു ജാഗരണത്തെ കുറിച്ചായിരുന്നു. നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും കാണുമ്പം നമ്മുടെ ഉള്ളിൽ ആ നിരന്തരം ഒരു ജാഗരണം ഉണ്ടോ? കർത്താവേ, നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. നമ്മളോട് തെസ്സലോനി 5:18-19 വാക്യത്തിൽ പറയുന്നത്, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. ശരിക്കും നമ്മൾ എന്തിനു വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കണ്ടേ? ഈ ആത്മാവിന്റെ നിറവിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ ആത്മാവിന്റെ നിറവുണ്ടെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവായി. ആത്മാവിന്റെ നിറവില്ലെങ്കിൽ നമ്മൾ ശൂന്യരാണ്. ആ ഒരു ആവശ്യബോധം ഉണ്ടായിട്ട് നമ്മൾ ദൈവത്തോട് നിരന്തരമായിട്ട് ചോദിക്കുന്നുണ്ട്. ആത്മാവിൽ നിന്നുള്ളൊരു പ്രാർത്ഥന നമ്മളോട് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഒരു നിറവ് വളരും തോറും, വർദ്ധിക്കും തോറുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവേഷ്ടത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്രയിലായിരിക്കുന്നു. ഒരാവശ്യബോധം നമുക്കുണ്ടോന്ന് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മൾ വിട്ടുകളയാതെ കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചതെന്ന് പറഞ്ഞൊരു ഉദാഹരണത്തിൽ പറയുന്നുണ്ടത്, അവൻ മടുത്തു പോകാതെ മുട്ടുക കൊണ്ട്, ലജ്ജ കൂടാതെ മുട്ടുക കൊണ്ട്. അപ്പൊ നമ്മളും നിരന്തരമായിട്ട് ദൈവത്തോട് മുട്ടിക്കൊണ്ടേയിരിക്കണം ഈ ഒരു കാര്യത്തിൽ. നമ്മുടെ ആവശ്യബോധത്തെയാണ് ഈ മുട്ടല് കാണിക്കുന്നത്. 2-3 പ്രാവശ്യം മുട്ടിയിട്ട് പോകുന്ന ഒരാൾ അത്ര ആവശ്യക്കാരനായിരിക്കത്തില്ല. ഒരു യഥാർത്ഥ ആവശ്യക്കാരൻ നിരന്തരമായിട്ട് തുറക്കുന്നത് വരെ മുട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ പറയുന്നതിന്റെ ഒരു കാര്യം, ഈ ആത്മാവിന്റെ നിറവിന് വേണ്ടി നിരന്തരമായിട്ട് നമ്മൾ മുട്ടുന്ന ഒരു മനോഭാവം നമുക്കുണ്ടോ? അത് കാണിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം, നമുക്കറിയാം, ദൈവം കൊടുക്കുന്നത് മടുത്തു പോകാതെ ചോദിക്കുന്നവർക്കാണ്.
നമ്മൾ നിരന്തരമായിട്ട് ഈ ആത്മനിറവിന് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവാണ് നമ്മളെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ആത്മപൂർണത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സൗരസൗരന്മാരെ നമുക്ക് മടുത്തു പോകാതെ കർത്താവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ കേൾക്കുന്ന വചനങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ സജീവത്വത്തിലേക്ക് നയിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ കഴിയത്തുള്ളൂ. ഇല്ല, അത് വെറും അക്ഷരമായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കും. നമുക്കറിയാം, അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യാപാര ശക്തി ഉണ്ടാകുന്നിടത്താണ് യഥാർത്ഥ ജീവനിലേക്ക് നമ്മൾ നടത്തപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് മടുത്തു പോകാതെ നിരന്തരമായി ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. അതിനിടെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, രാത്രിക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനത്തിന്റെ കേൾവി അടികളുടെ ഉള്ളിൽ വലിയൊരു രൂപാന്തരം വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സജീവത്വം നൽകുന്ന പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളെ നിറയ്ക്കണം. ആത്മാവിന് വേണ്ടിയുള്ള അടങ്ങാത്തൊരു ദാഹം അടിയങ്ങളുടെ ഉള്ളില് നൽകിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരന്തരമായി ആത്മനിറവിനായിട്ട് അവിടുത്തെ മുഖത്തെ അന്വേഷിച്ചുകൊണ്ടേ ഇരിപ്പാൻ തക്കോണം അടിയങ്ങളെ എല്ലാവരെയും ഉണർത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ, ആമേൻ.